ഇവിടെ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ വന്ന് ഇപ്പൊ ഇന്നതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ കൂടെ വരാം. SP സാറ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് ഇന്ന് എടപ്പാളിൽ. SP സാറിന്റെ മുപ്പരൻ ഉദ്ഘാടനവും മലപ്പുറം ജില്ല SP എന്തിനെതിരെന്നറിയോ? ഡ്രഗ്സിനെതിരെ, ലഹരിക്കെതിരെയുള്ള പരിപാടിയാണ്. അല്ല, എന്നോട് കുറെ അങ്ങിങ്ങനെ ശാസ്ത്രീയപരമായി പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ വന്നാൽ തിരക്കടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ഭയങ്കരമായിട്ട് അറിവുണ്ടായത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഓരോ പോക്കറ്റിലും SP തന്നെ മുൻകൈ എടുത്തിട്ട് പരിപാടികൾ നടത്തുകയാണ്. അദ്ദേഹം അതിന്റെ ഉദ്ഘാടനത്തിന് വരും. എന്താ കാര്യം? എടപ്പാള് പോലെയുള്ള ഒരു പ്രദേശത്ത് അവിടെ ഗ്യാങ് കൂടിയിട്ട് ആളുകൾ എന്തോ ചെയ്യുന്നു. ഇന്നലെ ചേർന്ന സ്കൂളിനെ കുറ്റപ്പെടുത്തുക, 2 വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല് നടന്നിട്ട് 20 പേര് അറസ്റ്റിൽ. ഈ ചെല്ലാല സ്കൂളിൽ. ഞാൻ സ്കൂളിനെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. സ്കൂളുകാർ എന്ത് ചെയ്യാൻ? സ്കൂളുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പൊ ജീവിക്കുന്ന വിദ്യാർത്ഥികളും തെരുവില്, സ്കൂളിന്റെ ഉള്ളിൽ നിന്നല്ല പുറത്ത് നടന്നിട്ട് 20 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്തിന്റെ പേരിലാകാം? നമ്മുടെ നാടിന്റെ തൊട്ടടുത്തല്ലേ ഇതൊക്കെ നടക്കുന്നത്. ആ 20 എണ്ണത്തിൽ ഒരു പക്ഷേ ഈ മാല കുട്ടികൾ ഉണ്ടാവൂലേ? ഉണ്ടാകൂലേ? ഉണ്ടാകുന്ന ഞാൻ ഉറപ്പ് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ പോയി പിന്നെ കോളേജുകളിലാണെങ്കിലോ കുട്ടികൾക്ക് എത്തീസം വളരുന്നു. നമ്മളതറിയാത്തത് കൊണ്ടാണ്. എന്റെ എത്തീസം നിരീശ്വരവാദമാണ്. ദൈവമുണ്ടോ എന്ന സംഘങ്ങൾ ആ ലിബറലിസത്തെ പരിചയപ്പെടുത്തുന്നു. ലിബറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു സാർവത്രികവാദമാണ് എന്ന് പറഞ്ഞാൽ ആ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു വാദമാണ്. അങ്ങനെ ആ ലിബറലിസം അത് ഉദാരവാദം എന്നാണ് അതിന് പറയാം. ഉദാരം പറഞ്ഞ് ഉദാരത്തിൽ നിന്ന് പോയി അവസാനം എന്തായി മാറുന്നു? എത്തീസ്റ്റായിട്ട് മാറും. പെൺകുട്ടികളാണ് കൂടുതൽ ഇത് കൈയടക്കിയിട്ടുള്ളത്. അവർക്ക് സ്വന്തം സ്വാതന്ത്ര്യം വേണമെന്ന്, അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്. പക്ഷേ കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യം എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? കാരണം മദ്രസയിൽ അവർക്ക് അത് ഗ്രഹിക്കാൻ അത്രമാത്രം പറ്റിയിട്ടില്ല. ഒരു ഉദാഹരണത്തിന്, ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നൊരു നിയമമുണ്ട്. എന്താ നിയമം എന്നറിയോ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ സ്വത്ത് ഇത് വരാൻ പോവാണ്. ആ സമയത്ത് നമ്മളൊക്കെ ഭാര്യമാരല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആരെ കൂടെ കൂടും? എന്തായാലും മോഡി മോൻ ചെയ്ത കാര്യം നല്ല കാര്യം. ഓമനെ പേരിട്ട് വിളിക്കുന്ന ഒരു പേരാണ് മോഡി മോൻ. പക്ഷെ ഇത് എന്തുകൊണ്ടാ വന്നിട്ടുള്ളത് നമ്മൾ പഠിപ്പിച്ചില്ല. പെൺകുട്ടികൾ തോന്നുകയാണ് ശരിയല്ലേ, ആൺകുട്ടികൾക്ക് 50 സെന്റ് കൊടുക്കും, പെൺകുട്ടികൾക്ക് 25 സെന്റേ ഉള്ളൂ. എന്തുകൊണ്ട് എന്ന് നമ്മൾ ഈ കുട്ടികളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമുക്കും തോന്നുന്നുണ്ടാവും എന്തേപ്പോ അങ്ങനെ. ഉദാഹരണം പറയാം, ഇവിടെ ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ ഒരു അമിത പ്രസംഗം പ്രസംഗിക്കല്ലോ കേട്ടോ. ഒരു വാപ്പ ആൺകുട്ടിനും പെൺകുട്ടിനും വിളിച്ചിട്ട് ഒരു ആൺകുട്ടിനും ഒരു പെൺകുട്ടിനും വിളിച്ചിട്ട് പറയാൻ, മോനെ നിങ്ങൾ 2 പേരും കൂടി എന്താക്കണം? ദുബായിൽ പോകണം, ഹോട്ടലിൽ താമസിക്കണം, നല്ല റൂം എടുക്കണം, അതേപോലെ തന്നെ ഉഷാറായിട്ട് ചെയ്യണം, ബിസിനസ്സിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ആ ബിസിനസിന്റെ യാത്രകൾ ചെയ്യണം, മീറ്റിങ്ങുകൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് UK വേണ്ടി വന്ന് ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് മോന്റെ അടുത്ത് എന്ത് കൊടുത്ത്? 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത്. എന്ത് കൊടുത്ത്? 2.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത്. എന്നിട്ട് പറയാണ്, മോനോട് പറയാണ്, ഉത്തരവാദിത്വം ഫുള്ള് ഇയാണ്, ടിക്കറ്റ് ഇയ്യാൻ എടുക്കണം, യാത്രാ ചെലവ് എടുക്കണം, ഭക്ഷണ ചെലവ് ഇയ്യെടുക്കണം, UK പോണ ചെലവ് ഇയ്യെടുക്കണം, അതേപോലെ തന്നെ മുഴുവൻ അവിടെ താമസിക്കേണ്ട ചെലവ്, അവിടുത്തെ ടാക്സി വിളിക്കേണ്ട ചെലവ് എല്ലാം മോനെ നിന്റെ കൈ. മോളോട് പറഞ്ഞു, ഈ ഒരു ചെലവാക്കേണ്ടതായി കൈ പിടിച്ചോന്ന്. ഏതാ നമ്മൾ സ്വീകരിക്കുക? ഒന്ന് പറയും, ഏതാ സ്വീകരിക്കുക? ബുദ്ധിയുള്ളവനാണ് അടുത്തത് എടുക്കുള്ളൂ. കാരണം ഒന്നും ചെലവാക്കണ്ടല്ലോ, ബോധിയിട്ടില്ലേ? ഇതേപോലെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് ആദ്യം പറയണം. പുരുഷനോട് പറഞ്ഞിട്ടുള്ളത് എന്ത്? നീയാണ് വീട് വെക്കേണ്ടത്, നീയാണ് ചെലവിന് കൊടുക്കേണ്ടത്, നീയാണ് എല്ലാം ചെയ്യേണ്ടത്. പെണ്ണിന് ഒരു ചെലവില്ല ഇസ്ലാമില്. ആ എല്ലാ ചെലവും നടത്തേണ്ട ഡബിൾ ആണ്ട് കൊടുക്കാണ്. കാരണം അയാൾക്ക് അത് കൊടുത്തിലേക്ക് നടക്കില്ല. വീട് വെക്കുന്ന സമയത്ത് ഭാര്യന് പൈസ വാങ്ങിക്കരുത്. വാങ്ങിക്കണോരുണ്ട് കേട്ടോ, ഭാര്യമാർക്കൊരു ചെലവില്ല ഇസ്ലാമില്. ാണ് ഈ ഡബിളും പകുതിയാക്കിയിട്ടുള്ളത്. എല്ലാ ഉത്തരവ് കബിൽത്തു നിക്കാഹ, കബിൽത്തു മിൻക നിക്കാഹ എന്നൊക്കെ പറയാറുണ്ട്. മിൻക വേണോ വേണ്ടെന്നൊക്കെ ഒരു ഡിബേറ്റ് ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. കബിൽത്തു നിക്കാഹ എന്ന് പറയുന്നത് കൂടിയിട്ട് എന്താക്കി? ഒരു വെറും വാക്കല്ല, ആളെ ഫുള്ള് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ തലമുറ ഏറ്റെടുക്കുകയാണ്, മക്കളെ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഭാര്യ പൈസ കൊടുക്കണ്ടെന്നതൊന്നും വിവാദം പറയല്ലേ ഞാൻ. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്നതുകൊണ്ട്, മുഴുവനായിട്ടും അവളുടെ സ്വത്ത് അവൾക്കുണ്ട് എന്നതുകൊണ്ട് പൂർണ്ണമായും അത് പാതിയും ഇത് പാതിയുമാക്കി. ആ പാതി എന്നെ വിശദീകരിക്കുമ്പോൾ അതൊന്നും പറയാതെ നമ്മളെ പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയും പോലെ തന്നെ ഞങ്ങൾക്ക് സ്വത്ത് പകുതിയല്ലേ ഉള്ളൂ,
എന്ന് പറഞ്ഞ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞാലേ നടക്കുള്ളൂ. ഫവൈലുൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിക്കോയാൽ എങ്ങനെ ഉണ്ടാവും? നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. അത് അറബിയുടെ ഒരു ശൈലിയാണ്, അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്. അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തെ തൊട്ട് എന്താണ് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ലാതെ പാതി കേട്ടുകൊണ്ട് പാതി നമ്മളാക്കരുത്, ചെയ്യരുത്. സാക്ഷിത്വം പറയുമ്പോ പെൺകുട്ടികൾക്ക് ധരിപ്പിച്ചു കൊടുക്കണ്ടേ? എന്തുകൊണ്ടാ സാക്ഷിയെ 4 പെണ്ണ്? ഇപ്പൊ കുട്ടികളെ ചോദ്യമാണ്. 4 പെൺകുട്ടികൾ ഇപ്പുറത്ത്, 2 ആൺകുട്ടികൾ ഇപ്പുറത്ത്. സാക്ഷി പറയുമ്പോ 2 ആൾ മതി, ആണുങ്ങൾ, പെണ്ണുങ്ങൾ 4 വേണം. അപ്പത്തെ പെണ്ണുങ്ങളെ താഴ്ത്തില്ലേ? ഇന്ന് കോളേജിലെ ചോദ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ മദ്രസ ഹാൾ എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നറിയോ? ഉപയോഗിക്കേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ചില പ്രസ്ഥാനക്കാരെ ചെയ്യേണ്ടത്. ഞാൻ ആ പ്രസ്ഥാനത്തെ പ്രൊമോട്ട് ചെയ്യല്ല. അവര് മാസം യുവാക്കൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, അവർ പ്രൊഫഷണൽസിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവര് പിന്നെ എന്ത് പ്രസ്ഥാനം ഞാൻ പറയുന്നില്ല, അവര് ഏതിന് ക്ലാസ് കൊടുക്കണം? അവര് പ്രൊഫഷണൽ സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നറിയോ? നമ്മളതിന് കട്ടെടുക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ ഇന്നലെ ഒരു പരിപാടിക്ക് പോയി, പ്രവാസികളുടെ സംഗമമാണ്. ഒരു സംഘം, ഞാൻ പരിപാടിക്ക് പോകാന്ന് പറഞ്ഞാൽ അതും കൂടി പറഞ്ഞോട്ടെ. കുറുമ്പത്തൂർ അതൊന്നും എനിക്ക് പറയണം, ഇരിക്കണം കേട്ടോ. ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ഏതിൻ്റെ ആളാന്ന്. നിങ്ങളിപ്പോൾ എന്തിനാ അത് പ്രസംഗിക്കണമൊക്കെ ചോദിക്കും. എനിക്ക് നിങ്ങളോട് തുറന്നറിയില്ല. എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഞാനൊരു സംഘടനയിലും ഇല്ല. ഇതിലിപ്പോ ഞാൻ പറഞ്ഞു, എല്ലാ സംഘടനയെ പറ്റി ഞാനൊരു പഠനം പഠിച്ചു എൻ്റെതായ രീതിയിൽ. എന്നിട്ട് ഗ്ലോബലി അറിയപ്പെടുന്ന ഉലമാക്കൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു. എല്ലാറ്റിൻ്റെ തലപ്പത്തേക്ക് കയറുമ്പോൾ എല്ലാ സംഘടനക്കാരനോട് ക്ഷമിക്കണം, തലപ്പത്തേക്ക് കയറുമ്പോഴും അതിലൊരു ചെറിയ പൊളിറ്റിക്സ് നടക്കുന്നത് എനിക്ക് തോന്നി. ചിലതിലുണ്ടാവില്ല, ഒരു ചെറിയ രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിൽ എല്ലാറ്റിലും ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കാല ഇന്നനി മുസ്ലിമി, ഒരു മുസ്ലിമായിട്ട് കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ തിരഞ്ഞെടുത്ത വഴി ഇഹ്സാനാണ്. ഏകദേശം ഒരു 6 വർഷമായിട്ട് ഞാനിപ്പോൾ അതിലുള്ളത്. 6 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയണല്ലോ, എനിക്ക് അല്ല തുറന്നു പറയാതെ എനിക്ക് പറ്റൂല എന്നുള്ളത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞ 3 ദർജകളുണ്ട്. നമ്മൾ അങ്ങെത്തുമോ എന്നുള്ളത് വേറെ കാര്യം. ഒന്ന് ജിസ്മാണ്, ഒന്ന് കൽബാണ്, ഒന്ന് റൂഹാണ്. ജിസ്മ് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യുന്നതിന് മുഴുവനും ശരിയാ എന്ന് പറയും. പ്രത്യക്ഷമായിട്ട് അത് ചെയ്തേ പറ്റുള്ളൂ, അത് ഒളിച്ചു വെക്കാൻ പറ്റൂല. അതിന് കരുത്തേകുന്നതിനെ നമ്മൾ തരീഖ എന്ന് പറയും. അതിന് കൽബാണ്, അഥവാ ഹൃദയത്തായിരിക്കും അതിന് സാന്നിധ്യം ഉണ്ടാവുക. ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസം കൂടാൻ വേണ്ടിയിട്ടാണ് തരീഖ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. പല തരീഖത്തിലുള്ള ആൾക്കാരുണ്ടാവും, ഞാൻ അതിലൊന്നുമില്ല. പിന്നെ അതിന്റെ മുകളിലുള്ള സാൻ എന്ന് പറയുന്ന സാധനമാണ്. അതെന്താണ്? അത് അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു സാധനമാണ്. ആ ഇഹ്സാൻ എന്നത്, അപ്പൊ ശരി തരീഖ കഴിഞ്ഞാൽ പിന്നെ ഹഖീഖ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനപ്പുറത്ത് പിന്നെ മഗീഫയുണ്ട്. ഇത് വിശദീകരിക്കേണ്ട ക്ലാസ് അല്ല ഇത്. എന്ന് വെച്ചാൽ ഒരാൾ ഇഹ്സാനിലേക്ക് കയറുക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ വാക്ക്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക. ഇല്ലം തകുൻ തറാഹു ഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥയിലേക്ക് കയറുന്നതിന്റെ പേരാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് കോട്ട് ചെയ്ത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഈ ഹദീസിനെ കുറിച്ച് പറയലൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇഹ്സാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു, എല്ലാ സഹാബാക്കളും കൂടെയുണ്ട്. ശുഭ്രവസ്ത്രധാരിയായി വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു അതുവരെ കണ്ടിട്ടില്ലാത്ത സുമുഖനായ യാതൊരു യാത്രയും ക്ഷീണവുമില്ലാത്ത അങ്ങേയറ്റം ഭംഗി ഒരാൾ കടന്നു വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിയുടെ നേരെ അധികാരത്തോടുകൂടി വന്നിട്ട് കാലിന്റെ തൊടയിൽ കൈവെക്കുന്നു. എന്നിട്ട് അത്തഹിയ്യാത്തിന്റെ രൂപത്തിലിരിക്കുന്നു. എന്നിട്ട് ആധികാരികമായി ചോദിക്കുന്നു എന്താണ് ഇസ്ലാം എന്ന്. ചില സഹാബാക്കളാകെ അന്തിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇസ്ലാം എന്താണ്? 5 കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. എന്താണ് ഈമാൻ എന്ന് പഠിപ്പിക്കുന്നു. ഈമാന്റെ 6 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ഇഹ്സാൻ എന്ന് പിന്നീട് ചോദിക്കുന്നു. ആ 3ാമത്തത്. അതുകൊണ്ട് ഖുർആനിൽ മുസ്ലിം എന്ന പ്രയോഗമുണ്ട്, മുഅ്മിൻ എന്ന പ്രയോഗമുണ്ട്, മുഹ്സിൻ എന്ന പ്രയോഗമുണ്ട്. മുഹ്സിൻ എന്ന ആ പ്രയോഗമായിരിക്കും പാപ്പം മൂപ്പർക്ക് ഇട്ടിട്ടുണ്ടാവും. മൂപ്പർക്കല്ല അച്ഛൻ ഇട്ടിട്ടുണ്ടാവും, കാക്കാക്ക് ഇട്ടിട്ടുണ്ടാവും. മുഹ്സിൻ എന്ന പ്രയോഗമുണ്ട്. അള്ളാഹു ആരോടൊപ്പമാണെന്നും ഖുർആൻ പറഞ്ഞു. സ്വർഗം എന്ന് പറയുന്ന സാധനം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. എപ്പ സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനുള്ളവരെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈമാനുള്ളവരെ രക്ഷപ്പെടൂ. അതുകൊണ്ടാണ് അഅറാബി വന്നിട്ട് ചോദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അഅറാബി വന്നിട്ട് ചോദിക്കാണ്, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലമന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുൽബികും
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് നിങ്ങൾ എടുത്തു നോക്കി. അറാബികളിൽപ്പെട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ അവരുടെ നേതാവ് വന്നിട്ട് പറയും, അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനായ അറബികൾ, അല്ലാതെ കാട്ടറബി എന്നൊന്നും നമ്മൾ അർത്ഥം ചെയ്തത്, ഗ്രാമീണനായ മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഈമാനുള്ളവരായി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹിയോട് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുകയാണ്. ആ സമയത്താണ് ആയത്തിറങ്ങുന്നത്, കാലത്തിൽ അഗ്റാബു ആമന്ന. അറാബി അത് വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, അപ്പൊ ഈമാനുള്ളവരായിരിക്കുന്നു. ഖുൽ, നബിയെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ ഈമാനുള്ളവരായിട്ടില്ല, വലാകിൻ ഖു അസ്ലംന, പക്ഷേ നിങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊള്ളുക, മുഅ്മിനീങ്ങളാണെന്ന് പറയരുത്. സൂറത്തുൽ ആദ്. ഏത് ഉലമാക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഏത് തഫ്സീറും നിങ്ങൾ എടുത്ത് പരിശോധിക്കുന്നു, നിങ്ങൾ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞോളൂ, മുഅ്മിനീങ്ങളാണെന്ന് പറയരുത്. കാരണം വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുബികും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. പ്രവേശിച്ചവരെ കുറിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട്, അവര് വിശ്വാസികളാണെന്ന് മാത്രമല്ല, സുമ്മലം യർതാബു, അവർക്കതിൽ യാതൊരു സംശയവുമില്ല. ആ ഈമാനിലേക്ക് എത്താൻ എന്തു വേണമെന്ന് ആര് പറയുന്നുണ്ട്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫുതുഹുൽ ഗൈബിൽ പറയുന്നു. ഉസ്താദുമാരുതായിരിക്കുന്നു, ചോദിച്ചു നോക്കി. ഫുതുഹുൽ ഗൈബ്, ഫത്ഹുർ റബ്ബാനി, ഉന്നത്തു താബീൻ, മൂന്ന് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട കിതാബ്. പക്ഷേ എവിടെയും അത് പഠിപ്പിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഒരു പറയട്ടെ, ഉണ്ടോ? ഇല്ല, പഠിപ്പിക്കുന്നില്ല. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നല്ല കേട്ടോ, അവർക്ക് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? കുറെ കൺഫ്യൂഷൻസ് ആയതുകൊണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കഴിവുകളും ഞാൻ തുറന്നു പറയണമെന്ന് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഉദാഹരണത്തിന് മുദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും. ഉദാഹരണത്തിന്, ഒരു ദിവസം ഒരു പള്ളിയിൽ ഒരു ഖത്തീബ് നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഞാൻ അത്ര വലിയ അറിവുള്ള ആളെ, പക്ഷേ ആ കിതാബുകളാണ് ഞാൻ ഓതിയിട്ടുള്ളത്. ഞാൻ 7 വർഷം സദാനി സാഹിബിന്റെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓതിയ മുഴുവൻ കിതാബുകളും ഫുതുഹുൽ ഗൈബും, ഫത്ഹുർ റബ്ബാനി, ഉന്നത്തു താലിബും, അതേപോലെ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ, അതേപോലെ തന്നെ മുജദ്ദ് അൽ ഫത്താനിയുടെ പിന്നെ മക്തൂബാത്തും, ഇതൊക്കെ തന്നെ ഞങ്ങൾ ഓതി. പിന്നീടാണ് ആ വഴിയിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉസ്താദ് എന്ന് പ്രസംഗിക്കുക, അദ്ദേഹം ഒരു പാക്കവിയാണ്. അദ്ദേഹത്തെക്കാളും ഇവരുണ്ട് എനിക്ക് എന്നല്ല പറഞ്ഞിട്ട്, അത് വേറൊരു സാധനമാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ മറ്റേലേക്ക് വരാം. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേർച്ച നടക്കുന്ന ദിവസം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ്. മിഅ്റാജിന്റെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ഞാനാണ് കൈപിടിച്ചത് എന്ന് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എന്നിട്ട് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചിട്ട് പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം, ശരിക്കും മനസ്സിലാവും. നിങ്ങൾ ഇത് അറിയണമെങ്കിൽ ആലിക്കുട്ടി ഉസ്താദിനോട് ചോദിച്ചാൽ ആലിക്കുട്ടി വിശദീകരിച്ച് പറഞ്ഞു. സമസ്തന്റെ ആലിക്കുട്ടി ഉസ്താദ്, കാരണം അദ്ദേഹം വഴിയിലുണ്ട്, എനിക്കറിയാത്. അതുകൊണ്ട് മൂപ്പര് സൈലന്റ് ആണ്, മൂപ്പര് വിവാദങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി കൈപിടിച്ചു എന്ന് കിതാബിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ പോയി നിസ്കാരം കഴിഞ്ഞാൽ, സുന്നതസ്കാരം ശേഷം ഉണ്ടായ മൂപ്പര പ്രസംഗത്തിന് ശേഷം സുന്നസ്കാരം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി പറഞ്ഞു, ഉസ്താദ് അത് അങ്ങനെയല്ലല്ലോ പറയുന്നത്, ഇങ്ങനെയല്ലേ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. മൂപ്പര് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, നല്ല സൗഹൃദം. ഞാൻ പറഞ്ഞു, അതിന് ആദ്യം മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് അന എന്ന് പറയുന്നത്, അന എന്ന് പറയുന്നതിന് ഫനയാകുന്ന വഴികൾ പറയുന്ന, അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് കുടുംബത്തുകാരോട് ഇതൊക്കെ പറഞ്ഞു നോക്കും, ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഇവിടെ, അതുകൊണ്ടേ പറഞ്ഞു. അന എന്ന് എങ്ങനെ ഫനയാവുക? അതായത് നമ്മൾ ദിക്ർ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ചെല്ലാം, നമ്മുടെ കൽബ് കൊണ്ട് ചെല്ലാം, നമ്മുടെ ആത്മാവ് കൊണ്ട് ചെല്ലാം. അതിന് അൻഫാസി ദിക്ർ എന്ന് പറയും. ശ്വാസത്തിൽ ഇത് കൊണ്ടുവരുന്നതിന്റെ പേരാണ് അൻഫാസിയായ ദിക്ർ. ഇത് മൊയ്തീൻ ഷെയ്ഖ് അലി പറയുന്നുണ്ട്. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി നിങ്ങളോട് ഈ കൂട്ട് ചെയ്യുന്നത് വേറെ ആരെ കുറിച്ചിട്ടുമല്ല. അതായത് നമ്മൾ ഇങ്ങനെ ശ്വാസത്തിലൂടെ ദിക്ർ ചെല്ലുന്ന സമയത്ത് പ്രകാശദാവല്യങ്ങൾ കടന്നു വരും. അത് തദല്ലിയായിട്ടും നിങ്ങൾക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഉയർന്ന് നമ്മൾ പോയാൽ നമ്മുടെ ആത്മാവ് ഈ ആഫാക്കിലൂടെ പോയി അത് ഖുദ്സിലെത്തും. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ വാക്കാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും അത് ഉയർന്ന് അത് പോയി അവസാനം ആത്മാവ് ആഫാക്കുന്ന ചക്രവാളങ്ങളാണ്. ആ ചക്രവങ്ങളും താണ്ടി ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മൽഉലാലയും കടന്നു. അതാണ് സുവാസമാവാദ്. 7 ആകാശങ്ങളുടെ പേരാ ഞാൻ ഈ പറഞ്ഞത്. ആ പേര് പറഞ്ഞത് മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മൽഉലാല. ആ 7 ആകാശങ്ങളും കടന്ന് നമ്മുടെ ആത്മാവ് അള്ളാഹുവിന്റെ ഖുദ്സിലെത്തും. ഖുദ്സ് പറഞ്ഞാൽ അത് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സവിധമാണ്. അവിടെ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ഫനയാകും, അഥവാ ഞാൻ എന്നത് ഇല്ലാതെയാകും. ആ ഫന വരുമ്പോൾ അവിടെ പ്രകാശദാവല്യം മാത്രമേ ഉണ്ടാകൂ. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്.
അങ്ങനെ ആകാശത്തിന്റെ തമ്പുരാനെ നമ്മൾ എന്താക്കും? അനുഭവിക്കാൻ തുടങ്ങും. ആ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ എന്നത് ഇല്ലാതെയാകും. അവിടെ ഒരു ജന്മമെടുക്കും. ആ അല്ലാഹുവാണ്. എന്നിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ചെല്ലി ഉയർന്നു പോയാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ നമ്മുടെ ആത്മാവിന്റെ സീക്രട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തനസ്സുലുൽ മലായികത്തു വറൂഹു ഫീഹാ എന്ന് പറഞ്ഞത്. വറൂഹ് എന്ന് പറഞ്ഞാൽ ആരാണ് പിന്നീട് വിശദീകരിച്ച് പറയേണ്ടതാണ്. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പഠിക്കാതെ കൊണ്ടും അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടുമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്താക്കുന്നത്, ഇങ്ങനെ എന്താണെന്ന് പിടുത്തം കിട്ടാൻ നിൽക്കുന്നത്. നിങ്ങൾ ഇതേ സാധനങ്ങൾ നമ്മുടെ സമസ്തയുടെ ജിഫ്രി തങ്ങളോട് ചോദിച്ചു നോക്കുക, അദ്ദേഹത്തെ വിശദീകരിച്ച് പറഞ്ഞു തരും. അതേമാതിരി തന്നെ നമ്മുടെ വഹാവുദ്ദീൻ നദ്വി സാഹിബിനോട് ചോദിച്ചു നോക്കുക, അദ്ദേഹത്തെ വിശദീകരിച്ച് പറഞ്ഞു തരും. ആലിക്കുട്ടി ഉസ്താദിനോട് ചോദിക്കുക. കാരണം നിങ്ങൾ അത് ചോദിച്ചവർ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുറെ, അതായത് മർമ്മം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറെ അഭ്യാസം എന്ന് പറഞ്ഞ മാതിരി ആദ്യം കുറെ ഇത് പഠിച്ചാലല്ലാതെ ഈ സാധനങ്ങൾ പറഞ്ഞു തരില്ല. നിങ്ങളാണ്ട് പേങ്ങാണ് ഞാൻ കുറുമ്പത്തൂർ മാലിലെന്ന് അല്ലെങ്കിൽ കൊന്നല്ലൂർ മാലിലെന്നാണ് നിങ്ങൾ കുറച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരില്ല. കാരണം ഒരാൾ മർമ്മം കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറെ വഴികളുണ്ട്. 10-17 കൊല്ലം അതിന്റെ പിന്നാലെ നടന്നാലല്ലാതെ ഈ സാധനം കിട്ടൂല. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു പോയി തഹ്സീലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർക്കും വലിയ ഉലമാക്കളുണ്ട്. ആലിക്കുട്ടി ഉസ്താദിന്റെ ഷാരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. റാബിസിനെ നദ്വി സാഹിബ് ചോദിക്കുന്നു. അദ്ദേഹം 4 തരീഖത്തിന്റെയും വലിയ ഷെയ്ഖായിരുന്നു. അദ്ദേഹം വഫാത്തായത് 23 രാവിലാണ് റമദാനിലെ. അദ്ദേഹത്തിന്റെ മോനോട് ഈ കാര്യം പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ. ഞാനിത് പറയുന്നത് എന്നെ കുറിച്ച് പറയാനല്ല, സമസ്തയുടെ അതേ ബാക്കപ്പിലൂടെ നാം പോയിക്കോളൂ. സമസ്ത തന്നെ പഠിക്കുന്ന ഉയർന്ന പഠനങ്ങളുണ്ട്. ആ പഠനത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. ആ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിന്റെ ഇഹ്സാനിൽ ഇതിനെ ഇഹ്സാൻ എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് തൗഹീദ് ഞാൻ പറയുകയാണെങ്കിൽ, ഇതിന് ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞ തൗഹീദ് ഞാൻ പറഞ്ഞത് മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇങ്ങനെ പറഞ്ഞ തൗഹീദിനെ കുറിച്ചല്ല. അതിനെ നിങ്ങൾ വിളിക്കും. മുദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞ തൗഹീദ് ഞങ്ങൾക്ക് പറഞ്ഞിട്ട്, നമ്മളൊക്കെ സുന്നികൾ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. ദാത്ത്, സിഫാത്ത്, അഫ്ആൽ, ആസാർ. ഞാൻ അത് പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ, കുറച്ച് നമുക്കത് മനസ്സിലാക്കാനുണ്ട്. ദാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ആ ദാത്തിൽ നിന്ന് പുറപ്പെടുന്ന സിഫാത്തുകളുണ്ട്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഗുണങ്ങളാണ്. 99 അസ്മാകൾ നമ്മൾ പഠിച്ചത് മുഴുവനും സിഫാത്തുകളാണ്. അല്ലാഹ് എന്നത് അവന്റെ ജലാലിയത്തിന്റെ ഇസ്മാണ്. അത് അവന്റെ ദാത്തിന് പറയുന്ന പേരാണ് അല്ലാഹ്. സിഫാത്തിന് പേരാണ് റഹ്മാൻ, റഹീം എന്നൊക്കെ പറയുന്ന പേരുകൾ. ഇത് വേറെയാണ്, അല്ലാഹുവോട് ചേർന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് ആ സിഫാത്തുകൾ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലാഹുവിനെ വിളിച്ചാൽ വിളിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ അത് എന്തായി മാറും? അഫ്ആലായിട്ട് മാറും. മനുഷ്യക്രമത്തിനെ ഞാൻ പറഞ്ഞത്, വേറെ ആരെയല്ല ഞാൻ ഈ പറഞ്ഞത്. അത് അഫ്ആലായിട്ട് മാറും. ആ അഫ്ആൽ പിന്നീട് എന്താകും? ആസാറായിട്ട് മാറും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ അല്ലാഹ് എന്ന് പറയുന്ന, തങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പറയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അല്ലാഹ് എന്ന് പറയുന്ന ആ വലിയ ജലാലിയത്തിന്റെ ഇസ്മിനെ ശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാന്ന് വിചാരിക്കുക. നമുക്കൊരു ചെറിയ രോഗമുണ്ടെന്ന് വിചാരിക്കുക. ആ രോഗമുണ്ടാകുന്ന സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ ഷാഫി എന്ന സിഫത്തിനെയാണ് വിളിക്കുന്നത്. അഷാഫി എന്ന് പറയുന്ന അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഅക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ യാ ഷാഫി എന്ന് വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദാത്തിൽ നിന്ന്, അല്ലാഹ് എന്ന ദാത്തിൽ നിന്ന് ഷാഫി എന്ന സിഫത്ത് പുറപ്പെടാൻ തുടങ്ങും. ഷാഫി എന്ന സിഫത്ത് പുറപ്പെടും. കാരണം അല്ലാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്, ഹയ്യുൽ ഖയ്യൂമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനിയും ഇതിനേക്കാൾ വലിയ കപ്പാസിറ്റി തെളിയിക്കാനേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചത് എന്താ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടലിലൂടെ പോയി എന്നതാണ്. ഇനി ആ കടൽ മുഴുവൻ നിന്ന് കത്തുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി എന്നതാണ്. ഈ ആകാശങ്ങളും ഇക്കണ്ട പ്രപഞ്ചങ്ങളെല്ലാം തകിട് പൊടിയാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു ചെയ്തതിനേക്കാളൊക്കെ വലിയതിന് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന അല്ലാഹുവിന്റെ ദാത്തിൽ നിന്ന് സിഫാത്ത് പുറപ്പെടും. ആ സിഫാത്ത് നമ്മുടെ ഉള്ളിലെ വരാൻ തുടങ്ങും, ഷാഫി എന്ന സിഫത്ത്. എന്നിട്ട് അത് രോഗവുമായി ബന്ധപ്പെട്ടെടുത്ത് ഫിഅലാകാൻ തുടങ്ങും. ഫിഅലാകുന്ന സമയത്ത് ആസർ പ്രത്യക്ഷപ്പെടും. അഥവാ ഒരു മരുന്നുമില്ലാതെ ഈ രോഗം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നത്. ഞാൻ പരസ്യമായിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ അമ്മോശാങ്ക ഇരിക്കുന്നത് ഞാൻ പറയുമ്പോൾ എന്റെ കൂട്ടുകാരായിട്ട് ഞങ്ങളോട് പറയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അസുഖം വന്ന് നിങ്ങൾക്ക് അറിയാം. അഥവാ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം തന്നെയാണ് വന്നത്. ആമാശയം മൊത്തത്തിൽ ക്യാൻസർ ആയിരുന്നു. ആമാശയം
ആശയം മൊത്തത്തിലെടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഈ സാധനം ഉണ്ടായാൽ പിന്നെ പരിപാടിയില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ മാറും. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചികിത്സകളൊക്കെ നടത്തിയത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ശ്രീയെ വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് അതില്ലാതെ പോകുമെന്ന് പറഞ്ഞത് മദീനയിൽ നമ്മളൊരു ഷെയ്ഖാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറഞ്ഞു, എന്നെ നിങ്ങൾ വിട്ടേക്കിൻ. അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. യാ ഷാഫ് എന്ന് പറയുന്ന ഈ സാധനം ഇപ്പൊ മനുഷ്യൻ ഇരിക്കുന്നു. ഞാൻ അവകാശവാദം പറയില്ല. ക്യാൻസറിന്റെ ഒരു അംശവും ഇല്ലാതെ ക്യാൻസർ മാറുന്ന അത്ഭുതമാണ്. അത് മരുന്നുകൊണ്ട് മാറി നിങ്ങളാരും വിശ്വസിക്കണ്ട. നമ്മളിങ്ങൾ വിട്ടേക്കിൻ, മൂപ്പരിങ്ങൾ വിട്ടേക്കിൻ. പക്ഷെ ഇങ്ങനെ ലോകത്തിൽ ദീന് തെളിയുന്ന കാര്യങ്ങളുണ്ട്. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ഇക്കട എല്ലാ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇതായിട്ട് ബന്ധപ്പെടുന്നവരുമാണ്. AP ഉസ്താദ് ആകട്ടെ, അല്ലെങ്കിൽ അസരി ഉസ്താദ്, ഞങ്ങൾക്ക് ആരോടൊരു വിരോധമില്ലാത്ത ഒരാളാണ്. അസരി ഉസ്താദ് ആകട്ടെ, അപ്പത്ത് നമ്മളെ ഫിരി തങ്ങളാകട്ടെ, അതേപോലെ തന്നെ ആലിബി ഉസ്താദ് ആകട്ടെ, വലിയ വലിയ ആൾക്കാർ, ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ആരക്കുന്നാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ്. ഇവരൊക്കെ ഈ ബന്ധങ്ങളുള്ളവരാണ്. നമ്മൾ ഈ കുസ്സത പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ മഹലിലേക്ക് സംഘടനാപരമായ സങ്കുചിതത്വം കൊണ്ടരുത്. ഏതിലാണോ സമസ്തങ്ങളോട് പറഞ്ഞത്, സമസ്തന്റെ കീഴിൽ പോകുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പൊയ്ക്കോളിൻ. ഒരിക്കലും ആ രാഷ്ട്രീയപരമായ എതിർപ്പുകളോ അല്ലെങ്കിൽ പ്രാസ്ഥാനികമായ എതിർപ്പുകളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഇഹ്സാൻ എതിരാണ്. ഒന്നും കൂടി വ്യക്താക്കി പറഞ്ഞാൽ, ഒരാൾ ഇഹ്സാനിലേക്ക് കയറാൻ ഇമ്മാതിരി ഗുലുമാലുകൾ പാടില്ല. കാരണം ശറഹു സദ്ർ എന്ന് പറയുന്നതില്ലാതെ, അതിപ്പറ്റ ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു. കാരണം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിന് എല്ലാവരും പരിപാടിയും ഇങ്ങനെ പോവലുണ്ട്. അത് ഇൻഷ്റാഹിന്റെ പേരിലാണെങ്കിൽ നല്ലതാണ്, ഹൃദയവിശാലയുടെ പേരിലാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ഉയർന്നു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, ഈ ഇഹ്സാന്റെ ലോകത്തിലേക്ക് നമ്മളെ കയറ്റും. ആരോടൊരു വിരോധം ഉണ്ടാകാൻ പാടില്ല, ആരോടൊരു കൊനിഷ്ഠ ഉണ്ടാകാൻ പാടില്ല, ഒരു സംഘടനക്കാരെയും നമ്മൾ എന്താക്കാൻ പാടില്ല, തൂക്കം പറയാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞെന്ന വാക്ക് എന്താണെന്നറിയോ, ഒരു സാധാരണ രീതിയിലുള്ള ഒരു പെണ്ണ്, അതാ മോശക്കാരി ഒരു പെണ്ണ്, ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ല അധ്വാനിച്ച് നല്ലോണം അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാള് ഒരു പൂച്ചനെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെ എവിടൊക്കെ നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരാരും എന്താക്കണ്ട, എതിർക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക, മൊത്തം മനുഷ്യന്മാർക്കും വേണ്ടി. ഇതായിരുന്നു അത്തിപ്പറ്റ ഉസ്താദിന്റെ ശൈലി. അദ്ദേഹം ഇഹ്സാനിലൂടെ കടന്നു പോയ ആളാണ്. അദ്ദേഹം അങ്ങേ തലയിലേക്ക് പോയ ആളാണ്. അതുകൊണ്ട് ഞാൻ ഞാൻ വിശദീകരിക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ. ദയവ് ചെയ്തിട്ട് നമ്മൾ മഹല്ലില് ഇഖ്തിലാഫുകൾ ഉണ്ടാക്കരുത്. ഇഹ്സാന്റെ ബാബിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഒരാളെ പറ്റിയിട്ടും കുനിഷ്ടോ കുശുമ്പോ ദേഷ്യമോ ഇല്ലാതിരിക്കുക. എന്തിനാ ഈ തങ്ങന്മാരെന്ന് ആൾക്കാരോട് വന്നുകളെന്ന് അറിയാം. ഇവരെ ഇരുത്തിയിട്ട് പറയല്ല. പഴയ കാലത്ത് ഹദ്റമൗത്ത് നിന്നും മറ്റുള്ളടത്തു നിന്നൊക്കെ വന്നത് ഈ വഴിക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അൽക്കിയ എന്ന് പറയുന്ന കിതാബ് ഇപ്പോൾ മദ്രസം തന്നെ എടുത്തു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ അൽഹംദുലില്ലാഹിൽ മുവഫ്ഫിഖി ലിൽ ഉലാ ഹംദൻ യുവാഫി നിഅമഹൽ മുതകാമില എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച സാധനം അതാണ്. അതിൽ ഈ സാധനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു ചെറിയ ഇതിയാണ്. മുദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ഫുതുഹുൽ ഗൈബിന് എത്ര പേജ് ഉണ്ട് എന്നറിയോ നിങ്ങൾക്ക്? അത് പറയുന്ന ആൾക്ക് ഇവിടെ നിന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് 5000 ഉറുപ്പിക തരാം. കുറേ കാലമായിട്ട് നമ്മൾ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹിനെ പറയല്ലോ. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ഫുതുഹുൽ ഗൈബിന് എത്ര പേജ്, സ്റ്റേജിലുള്ള ഉസ്താദുമാർ പറയണ്ട, ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാം എത്ര പേജ് ഉണ്ട് എന്നറിയും. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി എഴുതിയ കിതാബാണത്. ഞാൻ പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ടോപ്പ് മോസ്റ്റിലേക്ക് നമ്മൾ എത്തണം. അത് വേണ്ടിയിട്ട് തിരുമുറ്റം. എന്നെ നിങ്ങൾ മറന്നേക്കിൻ, എന്നെ നിങ്ങൾ പിടിക്കും. നമുക്കൊക്കെ മരിച്ചു പോവാനുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അസുഖം മാറണോ മാറ്റേണ്ടതൊക്കെ അള്ളാന്റെ തീരുമാനം. യാ ഷാഫി എന്ന് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദാത്തിൽ നിന്നും സിഫത്ത് പുറപ്പെടും. സിഫത്ത് അഫ്ആലായി, അത് ആധാറായി നമുക്ക് പ്രത്യക്ഷമായി അള്ളാഹു കാണിപ്പിച്ചു തരുന്നതിന്റെ പേരാണ് തൗഹീദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിൻതലമുറക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാത്തോളം കാലം, നമ്മൾ ഒളിപ്പി വെക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇസ്ലാമികപരമായ പുരോഗതി ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ UK-യിലും US-ലും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ദീന് വലുതാകുന്നത് ഇഹ്സാനിലൂടെയാണ്. അവർ മനസ്സിലാക്കുന്നതിലൂടെയാണ്. അല്ലാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലാഹുവിന്റെ യഥാർത്ഥമായ ദത്തിൽ നിന്ന് സിഫാത്തുകളും അഫ്ആലുകളും ആസറുകളും പുറപ്പെടുമെന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് നമുക്ക് രോഗം വന്നിട്ട് ഇത്രയും ദുആ ചെയ്തിട്ട് മാറാതിരുന്നത്. അത് അല്ലാഹുവിന്റെ തഖ്ദീർ
തക്ബീറാകാം. തക്ബീർ നമുക്കൊന്നും മാറ്റാനൊന്നും പറ്റൂല. പക്ഷെ തക്ബീറുമുണ്ട്, തക്ബീർ അല്ലാഹുവിൻ്റെതാണ്. അള്ളാഹ്ക്ക് ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻസ് അള്ളാഹു മാറ്റും. അത് മാറ്റണമെങ്കിൽ ദുആ ചെയ്യണം. ദുആ ചെയ്യണമെങ്കിൽ ആ ദുആക്ക് ക്വാളിറ്റിയുള്ള ആളായി നമ്മൾ മാറണം. നമ്മൾ മാറണമെങ്കിൽ അതിന് ഒരുപാട് അദ്കാറുകളിലൂടെ കടന്നു പോകണം. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു തൗഹീദിലേക്ക് നമ്മൾ എത്തുന്നില്ല. തൗഹീദ് എന്ന വാക്ക് ആരൊക്കെയോ ഉപയോഗിച്ച് അങ്ങനെ മടുത്തു പോയിരിക്കുന്നു. അപ്പൊ നമ്മുടെ മഹല്ലിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വളരെ ഹിസ്തമായി പറയാം. അഥവാ നമ്മൾ ഓരോ കുട്ടിയെയും സംരക്ഷിക്കണം, ഓരോ കുട്ടിയെയും നമ്മൾ ഫോക്കസ് ചെയ്യണം. പല മഹല്ലിലും ചെയ്യുന്ന ഒരു പരിപാടി കിഡ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ക്ലബ്ബ് എന്ന് കൊടുക്കണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളൂ. കിഡ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊല്ലത്തില് ഒരു 2-3 തവണ കടപ്പുറത്തുകൊണ്ടിട്ട് പട്ടം പറത്താൻ കൊണ്ടുപോകും. അത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? കുട്ടിക്കാലത്ത് നമ്മളെ കളിപ്പിച്ചവരെ ഒരിക്കലും നമ്മൾ മറക്കൂല. കുട്ടിക്കാലത്ത് നമ്മളെ കളിപ്പിച്ചവരെ ഒരിക്കലും നമ്മൾ മറക്കൂല. അതുകൊണ്ട് കിഡ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ, പലരും തുടങ്ങി ഭയങ്കര സക്സസ് ആയൊരു സാധനം. ഇതേപോലെ വേറൊന്നുണ്ട്, വയോജന യാത്ര. ഇവിടെ നടത്തുന്നൊക്കെ അറിഞ്ഞുകൂടാ. ഞങ്ങൾ 2 നടത്തി അവിടെ. അതിനൊക്കെ നിങ്ങളൊക്കെ കൈയിറക്കുന്ന ഞാൻ പറയാം. സെക്രട്ടറി സാബ് ഒരു 25,000 റുപ്യ വരും ബസ്സിന് വയനാട്ടിലേക്ക് പോകാൻ. ആരെ കൊണ്ടോണ്ടിന്നറിയോ? 65 വരെ കഴിഞ്ഞവരെ. ഒരു പെരയിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയായിരിക്കും പഴയ പ്രവാസികളൊന്നും പറഞ്ഞു. എന്നിട്ട് ഒറ്റ കൊണ്ടോല് ബസ് ഇട്ടിട്ട് 55 ആൾക്കാരെ 50 ആൾക്കാരെ കൊണ്ട് വയനാട്ടിക്കോ. വയനാട് കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങൾ എറണാകുളം പോയി, വയനാട് പോയി. എറണാകുളം ആദ്യമായിട്ട് കാണാൻ 10-25 ആൾക്കാരുണ്ടാക്കും. ജീവിതത്തിൽ ഒരു എറണാകുളം കിട്ടില്ല. കർഷകരാണ്, സാധാരണക്കാരാണ്. തിരിച്ചു വരുമ്പോൾ ലുലുലൊന്ന് കയറ്റി, ലുലുല എസ്കലേറ്ററിൽ അങ്ങനെ കയറിയ സമയത്ത് നമ്മൾ ഇതൊക്കെ തന്നെ ദുബായ് കാണാത്ത ആൾക്കാരും കൂടിയാണ് അവർ. കാരണം പ്രായം ചെന്നവർക്ക് വലിയ സന്തോഷമാകും. മഹല്ലിൽ നമ്മൾ ചെയ്യുന്ന പണിയാണ്. എപ്പോഴെങ്കിലും യാത്ര നടത്തുക. കൊല്ലത്തിൽ 2 പ്രാവശ്യം ഒരു 50,000 റുപ്യ നമ്മൾ മറ്റു സ്ഥലം കുഴപ്പമില്ല. ഇതേപോലെ തന്നെ നമ്മൾ നടത്തേണ്ട ഒരു പരിപാടിയുണ്ട്, കൗൺസിലിംഗ് ഡെസ്ക്. ആധുനിക തലമുറയെ കൈകാര്യം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. കൗൺസിലിംഗ് ഡെസ്ക്. നമ്മളൊരു കാര്യം തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുറ്റത്ത് പോലെ അതിനെപ്പറ്റി പ്രാക്ടിക്കലി നന്നായിട്ട് പഠിക്കുന്ന, ഇതൊക്കെ കുറച്ചൊക്കെ അവിടെ നടക്കണ്ടല്ലേ ഉസ്താദേ? നിങ്ങളെ നാട്ടിൽ കുറച്ചും കൂടിയൊക്കെ അത് വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഡെസ്ക്. 2 ആൾക്കാർ നമ്മൾ പ്രശ്നം ഉണ്ടായാൽ, ഇപ്പൊ നമ്മൾ കുടുംബക്കാരെയാണ് കൗൺസിലിംഗ് നടത്തി വിചാരിച്ചപ്പോൾ നമ്മളാ പോകും. നമ്മളെ ഉദാഹരണം എളാപ്പാന്റെ മോളും മൂത്താപ്പാന്റെ മോനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വന്നു വരുന്നത് ചിലപ്പോൾ നീതി ഉണ്ടാവും. നമ്മളെ മൂത്താപ്പാന്റെ മോനല്ലേ അമ്മോനാന്ന് വെച്ചിട്ട് നമ്മളിൽ തന്നെ നീതി വേണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നീതിക്കെതിരെ നമ്മൾ പറയൂലല്ലോ. നീതിയല്ലേ നമ്മൾ പറയുള്ളൂ, നീതിക്കെതിരല്ലേ നമ്മൾ പറയാ. നീതി പറയുമ്പോൾ അമ്മോ നമ്മളിത് തെറ്റാൻ അല്ലെങ്കിൽ മൂത്തപ്പ തെറ്റാൻ തുടങ്ങും. അതിനേക്കാളും നല്ലത് എന്താ? അതിനൊരു കൗൺസിലിംഗ് ഡെസ്ക് ഉണ്ടാക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് സെദിൽ വ്യാജി സാഹിബിന്റെ മുറ്റം, മുഹമ്മദാക്കാരന്റെ മുറ്റത്തോ നിങ്ങൾ 5ന്റെ മോനെ വന്ന് വിചാരിക്കില്ല, അന്യായം 5ന്റെ മോന്റെ അടുത്ത് വന്ന് വിചാരിക്കില്ല. എന്താ ഉണ്ടാകുക? ആ 5ന്റെ മോൻക്ക് എതിരായിട്ട് നിങ്ങളാണ്ട് വിധിക്കും. നിങ്ങൾ നീതിമാനാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ എന്താവും? അതോടുകൂടി എളാവന്റെ മോൻ നമ്മൾ കാലാകാലത്തിന് പിന്നെ നമ്മൾ മരിച്ചാൽ പോലും വന്നോളും. ഇതാണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നതിനുള്ള വലിയൊരു ദുരന്തം. അത് ചിലപ്പോൾ സ്വന്തം ആൾക്കാരാണ് പിണങ്ങി നിൽക്കും. നേരെ മറിച്ചിട്ട് അതിനൊരു കൗൺസിലിംഗ് ഡെസ്കിൽ ആൾക്കാർക്ക് എന്തും പറയാം. നിങ്ങളെടുത്ത അന്യായം നിങ്ങളെടുത്താണ്. ഇതൊക്കെ ബോഡി ഉണ്ടാക്കണം. പറ്റൂല എന്നുള്ള നിങ്ങൾ വേറെ. കാരണം ഇവിടെ കുറെ കാലങ്ങളായിട്ട് പോയ ആളുകളായി ഇരിക്കുന്നവരൊക്കെ കൗൺസിലിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആ ഡെസ്കിലേക്ക് വിടണം. അത് ആൾക്കാരോട് പറയുന്ന ആൾക്കാരേ ആകരുത്. പ്രശ്നം ഞാനാ തീരുമാനിച്ചത്, ഇത് പറയുന്ന ആൾക്കാർ പരിപാടിക്ക് പറ്റില്ല. ആരും അറിയാതെ രഹസ്യമായിട്ട് ഇതൊക്കെ പിരിച്ചുവിടുന്ന ആൾക്കാരായിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്നറിയോ? ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. എല്ലാ വർഷത്തിലും കുറുമ്പത്തൂരിലെ ഈ മഹല്ലില് SSLC കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് അത്യാവശ്യം മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് CUET എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഏതിന്റെ നാളെ പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ഇവിടെ എഴുതിപ്പിക്കണം. എന്ന് നമ്മുടെ കുട്ടികൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG ഇതൊക്കെ കഴിയും. അതിന് നമുക്ക് എന്താ ചെലവുള്ളൂ? ഈ മദ്രസ ഹാൾ വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞത്. ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് പോവാണ്. 1500 മഹല്ലുകളുടെ പരിപാടി വരുന്നുണ്ട്. വരുന്ന 18-ാം തീയതി, പിന്നെ ഓഗസ്റ്റ് 18-ാം തീയതി കൊല്ലത്ത് വെച്ച് 1500 മഹല്ല്. ഞാനാകെ നെട്ടിപ്പോയി. കാരണം തൃശ്ശൂർ ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള മൊത്തം മഹല്ലുകൾ കൂടണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെയും പോയി സംസാരിക്കേണ്ട അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് കൊല്ലത്തിലൊരു പരീക്ഷ, അത് ഈ മദ്രസ ഹാൾ മതി. ആ പരീക്ഷയ്ക്ക് വേറെ കമ്പ്യൂട്ടർ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാനൊരിത് പറയാമെന്ന് വിചാരിക്കുന്നു, നിങ്ങളെ അതിക്രമിച്ച് ഞാൻ പള്ളിൻ്റെ പണി നടക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും കുറച്ചെന്തെങ്കിലും തെറ്റാണ് ചെറുതെന്തെങ്കിലും, അത് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഹല്ലേര് മാത്രം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. മദ്രസൻ്റെയിലും അങ്ങനെ തന്നെ ആയിട്ടില്ല. അപ്പം എല്ലാറ്റിനും നിങ്ങൾ കഴിവുള്ളവരാണ് മാഷാ അല്ലാഹ് കുർബത്ത്. പക്ഷെ ഇവിടെ ഒരു കമ്പ്യൂട്ടറും ഒരു സാധനം പറഞ്ഞല്ലോ, എന്താ വേണ്ടത്, പ്രിൻ്ററും. ഇൻഷാ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അത് ഞാൻ തരുന്ന നിങ്ങൾ അതെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം എന്നാണ് ഞാൻ പറയാം. കാരണം ഈ പഴയ ആൾക്കാരുടെ ഇതാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ ടെസ്റ്റുകളൊക്കെ നടപ്പിലാക്കേണ്ടത് കമ്പ്യൂട്ടറിലൂടെയാണ്. പിന്നെ ആരെങ്കിലും 2-3 കമ്പ്യൂട്ടറും കൂടി വാങ്ങിക്കൊടുത്താൽ എന്തായി, ഇൻഷാ അല്ലാഹ് ഈ ടെസ്റ്റുകളൊക്കെ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. ഇതേപോലെ ഇതിനൊന്നും പൈസ ചെലവില്ല. നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടാണെങ്കിൽ നിർബന്ധമാണ്. നിങ്ങൾ ഈ കാണുന്ന അരീക്കോട് മഹലിൽ, ഞാൻ ഇന്നലെ പോയിരുന്നു, അവിടെ അരീക്കോട് മഹലിൽ എത്ര പ്രൊഫസർമാരുണ്ടെന്ന് അറിയും, എത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് അറിയും, 54 ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. ഒരു മഹലിന്റെ കഥയും പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്നറിയോ? പഴയ കാലത്ത ആൾക്കാർ കരുതലോടെ വിഷൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തത്. അത് തിരുവനന്തപുരം, ഞാൻ പുലിപ്പാറ സംഗമത്തിന് പോയി, തിരുവനന്തപുരം ജില്ലയിൽ ഒരൊറ്റ പിതാമഹന്റെ പേരക്കിടങ്ങളിൽ അഹമ്മദ് ലബ്ബ എന്ന് പറയുന്ന ഒരു വലിയ വെല്ലിപ്പുണ്ട്. അയാൾക്ക് 12 മക്കളുണ്ടായി. ആ 12 മക്കളിൽ നിന്ന് ഉണ്ടായ ജനസന്തതികളിൽ 56 ഹാഫിദുകൾ. 56 ആൾക്കാരെ ആദരിക്കാനെ കൊണ്ട്, ഞാൻ ഹാഫിദുമല്ല, നമ്മൾ ആദരിച്ചിട്ട് എന്താവാനാണ്? 56 ഹാഫിദുകൾ ഒരു കുടുംബത്തില്. ഇതൊക്കെ ലോകത്ത് നടക്കേണ്ടത്, നാട്ടിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഭാവിയിൽ ഇവിടെ പരിപാടി നടത്തുമ്പോൾ ഇനി ഉണ്ടാക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ വളരെ വിശദമായിട്ട് പറയല്ല. നമ്മുടെ കുട്ടികൾ എഴുതിപ്പോയിട്ട്, ഇപ്പൊ ഷിഹാബ് ഇടക്കൊക്കെ അവന്റെ മഹലിലേക്ക് എന്നെ വിളിക്കും. അദ്ദേഹം സിവിൽ സർവീസുകാരനാണ്. ഷിഹാബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അങ്ങനെ ഷിഹാബ് ഒരുപാട് തവണ എഴുതിയിട്ടൊക്കെ കിട്ടിയത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഹലിൽ പരിപാടി നടന്നു. അദ്ദേഹം സിവിൽ സർവീസ് കിട്ടിയത് അങ്ങനെയാണ്. അദ്ദേഹം വളർന്നിട്ടുള്ള ആ യത്തീംഖാന അല്ലെങ്കിൽ മദ്രസ അദ്ദേഹത്തിന്റെ സിസ്റ്റങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. എന്നിട്ട് ഇതൊക്കെ പറയിപ്പിക്കും. കാരണം അദ്ദേഹം നാട്ടിൽ നിന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹമാണ് ഐഡിയ തരിക, അദ്ദേഹം തന്നെ പറയിപ്പിക്കും. നമ്മൾ ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസുകാരൻ അവിടെ ഉള്ളൂ, ആ മഹലിനെ പൊക്കിക്കൊണ്ടിരാണ്. അരീക്കോട് മഹലിനെ വറ്റി പറയല്ല. അരീക്കോട് മഹലിൽ എപ്പോൾ പോയാലും കുറെ ഡോക്ടർമാർ ആദരിക്കണം, കുറെ എഞ്ചിനീയർമാർ ആദരിക്കണം, കുറെ പ്രൊഫസർമാർ ആദരിക്കണം. ഇവരൊക്കെ ദീനിയാണ്. അതാ രസം. ഇവരൊക്കെ കഴിഞ്ഞിട്ട് പിന്നും വരുന്നത് ഇവിടുത്തെ ക്ലാസ് കേൾക്കാൻ തന്നെയാണ്, അല്ലാതെ ഡോക്ടറേറ്റ് അങ്ങനെയാണ് പോവല്ല. അപ്പൊ നമ്മൾ ഇത്തരം ആളുകൾക്ക് മാസത്തിൽ ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ക്ലാസ് കൊടുക്കണം. എന്നെ കളിഞ്ഞ് വിളിക്കണം എന്നില്ല ഞാൻ പറഞ്ഞത്. നല്ല ഉലമാക്കളെ വെച്ചിട്ട് നല്ല ക്ലാസ് കൊടുത്തോളൂ. എന്നിട്ട് നമുക്കിതൊക്കെ പഠിക്കണ്ടേ, നമുക്കിതൊക്കെ മനസ്സിലാക്കണ്ടേ? നമ്മൾ എത്ര തവണയായി നമ്മൾ കുനൂത്ത് ഒന്ന്, ഉദാഹരണത്തിന് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വഅഫിനാ ഫീമൻ ആഫൈത്. മൂന്നാമത്തേത് എന്താ? വതവല്ലനാ ഫീമൻ തവല്ലൈത്. ഇവിടെ ഇരിക്കുന്ന ഉസ്താദ്മാരും പറയില്ല ഈ വാക്കിന്റെ അർത്ഥം എന്താ? വതവല്ലനാ ഫീമൻ തവല്ലൈത് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കൊല്ലായിട്ട് നമ്മൾ ഓതുന്നത് ഈ സാധനം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത എല്ലാവർക്കും, കാരണം അതിലൊരു ഹിദായത്ത് വരുന്നതുകൊണ്ട്. അല്ലാഹുമ്മ ആഫിനാ ഫീമൻ ആഫൈത്, അതും ഗൾഫ് പോയവർക്ക് കുറച്ച് മനസ്സിലാവും. ആയത്തിനാണ് ഈ ചോദിക്കുക എന്നുള്ളത് മനസ്സിലാവും. വതവല്ലനാ ഫീമൻ തവല്ലൈത് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റിയ ഒരാൾ ഇപ്പൊ ഇവിടുന്ന് പോയി, മുത്തവല്ലി അല്ലേ? ബന്ധിപ്പിക്കാൻ പറ്റിയൊരു സാധനം ഇപ്പൊ പോയത്. അതായത് സംരക്ഷണം എന്നാണ് അതിന്റെ പൊതുവായ ഒരു അർത്ഥം. ഡീപ്തം വേറെ ഉണ്ടെങ്കിലും, അതായത് ഒരു മഹലിനെ സംരക്ഷിച്ച് കൊണ്ടുപോകണം ഒരാൾക്കാണ് എന്തെന്ന് പറയും, മുത്തവല്ലി എന്ന് പറയും. അപ്പൊ ഒത്തവല്ലന ഫീമൻ തവല്ലൈത്ത് എന്ന് പറഞ്ഞാല് ആയിന്നാണ് ഈ മുത്തവല്ലി എന്നാണ് വാക്കുണ്ടായത്. ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. എത്ര തവണ നമ്മൾ ഫാത്തിഹ ഓതി, നിസ്കാരത്തിന്റെ അർത്ഥം പോലും അറിയാതല്ലേ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, നമ്മൾ ഇത്രയും കാലം നിസ്കരിച്ച്. ഇതൊക്കെ മദ്രസയിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നില്ലേ? എല്ലാ വാക്കിന്റെ അർത്ഥം അവിടെ പഠിപ്പിച്ചിട്ടാ വിട്ടത്. പക്ഷെ നമ്മൾ മറന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ അത് വിശദീകരിച്ച് നമ്മൾ പഠിക്കാം. നമുക്ക് മരിച്ചു പോണ്ടേ? നാളെ അള്ളാഹുവിനെ മുമ്പ് പോയിട്ട് അതിന്റെ ഒന്നും അർത്ഥം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കൊറോണ വന്നപ്പോഴേക്ക് ബാങ്കിൽ ഇതാക്കേണ്ടത് എങ്ങനെ, പിന്നെ ഇത് തുടങ്ങേണ്ടത്, മറ്റേ അക്കൗണ്ട് എങ്ങനെ തുടങ്ങേണ്ടത്, എങ്ങനെ ഗൂഗിൾ പേ തുടങ്ങേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? സാഹചര്യം നമ്മളെ പഠിപ്പിച്ചതാണ്. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എന്താ അൽഹംദു, എന്താണ് ഹംദ്, എന്താണ് അൽഹംദ്, എന്താണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ?
ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ, പക്ഷെ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷകൻ എന്നാ പറയാ. റബ്ബ് എന്ന് പറഞ്ഞാൽ അതല്ല. റബ്ബ് എന്ന് പറഞ്ഞാൽ വെറും സംരക്ഷകനല്ല. ഉദാഹരണത്തിന് ഞാനിപ്പം കണ്ടു വരുമ്പോ എന്റെ ഷൂവിൽ പൊടി ഉണ്ടായി. ആ പൊടി കുറെ കാലം അവിടെ കിടക്കും. ആ പൊടി പിന്നെ ആരോ തൂത്തുവാരിയിട്ട് അങ്ങോട്ട് എറിയും. ആ എറിഞ്ഞ പൊടിയല്ലോ, അത് ഏതോ കാലങ്ങൾക്ക് മുമ്പ് ഒരു പാറയുടെ ഭാഗമായിരുന്നു. ആ പാറ റഫക്കത്തായപ്പോ അഥവാ അത് വിടുന്നു പോയപ്പോ അത് പിന്നീട് എന്തായി, അതിന്റെ പൊടിയായി ഇങ്ങോട്ട് വന്നു. ആ പൊടികൾ എന്തായി, മഴയിൽ ചേർന്നു. അത് പിന്നീട് ഓരോ കൂനയിലേക്ക് എത്തി. അത് പിന്നീട് കാലങ്ങളുടെ ചവിട്ടി ഞാൻ ഇവിടെ എത്തി. ഇവിടെ നിന്നുള്ള ഈ പൂഴി ഇനി പുറത്തേക്ക് പോകും. എന്നിട്ട് ഏതോ കൊക്കുചാലിലൂടെ ഒഴുകി പോകും. ആ പൂഴിയെ മാത്രം നിങ്ങൾ ചിന്തിച്ചോ. ആ പൂഴി അങ്ങ് പോകുന്ന പോക്ക് കുറെ നൈസായി ഇല്ലാതെയാകും. അവസാനം അത് എവിടെ പോയിട്ട് തളം കെടി നിൽക്കും. ആ പൂഴിയെ പിന്നെയും ബാഷ്പീകരണമായി ആകാശത്ത് ഉയർത്തും. അങ്ങനെ മേഘപടലങ്ങൾ ഉണ്ടാക്കും, മഴകളായി വർഷിക്കും. ആ പൂഴിയുടെ ധൂളികളായി ഇതൊന്നും ഇല്ലാതെയാകും. അങ്ങനെ കോടാനകോടി വർഷങ്ങൾക്കും അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പോ തുടങ്ങി വെച്ചിട്ടുള്ള ഈ സാധനം മുതൽ ഇത് അവസാനിക്കുന്ന നിമിഷം വരെ അതിനെ സസൂക്ഷ്മം കാണുന്ന, അതിനെ ശ്രദ്ധിക്കുന്ന, അതിനുവേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന, അതിന്റെ എല്ലാ രീതിയിലുള്ള തഖ്ദീറുകളും തദ്ബീറുകളും നടപ്പിലാക്കുന്ന മുഴുവൻ കാര്യങ്ങളുമായി അത് നാമാവശേഷമാകുന്നതേ അതിനെ മാത്രം സൂക്ഷിക്കുന്നതിന്റെ പേരാണ് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ ആയിരിക്കും. ഞാനിപ്പോ ഈ സംസാരിക്കുമ്പോ എന്റെ ഈ നാക്കുണ്ടല്ലോ, ഇത് പോയിട്ട് സെല്ലുകളിലേക്ക് പോകുന്നു. എത്ര ഉണ്ടെന്നറിയോ ഇവിടെ നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ ഇത്രമാത്രമാണ് ഈ കാണുന്ന നെർവ്സുകളും കാര്യങ്ങളും സെല്ലുകളും ഉള്ളത് നമുക്കറിയോ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ചെറിയ മാങ്ങരടി പോലുള്ള 2 കിഡ്നി ഉണ്ട്. ഒരു കിഡ്നിയിൽ ഇത്ര അരിപ്പുണ്ടെന്നറിയോ? സയൻസ് പഠിച്ച കുട്ടികളോട് ചോദിക്കും. ഒരിക്കലും ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സിപ്പ് വെള്ളം കുടിച്ചാൽ, നിങ്ങളെ മുമ്പിലിരിക്കുന്ന കുപ്പിന്ന് ഒരു താണ്ട് വിളിച്ചാൽ, ഒന്നാണ്ട് കുടിച്ചാൽ 10 ലക്ഷം അരിപ്പകളാണ് അയക്കുന്നത്. 10 അരിപ്പല്ല, 10,000 അരിപ്പല്ല, 1 ലക്ഷം അരിപ്പല്ല, 10 ലക്ഷം അരിപ്പയാണ് ഒരു കിഡ്നിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ട്. സയൻസ് കുട്ടികളോട് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്തുകൊണ്ടായി ബിസ്മി ചെല്ലുന്നത്? ബിസ്മി ചെല്ലി അകത്തേക്ക് കയറുമ്പോ ഈ സാധനം കണ്ട് ഇറങ്ങണം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? CS സെന്ററിലോ അല്ലെങ്കിൽ ക്യാൻസർ സെന്ററിലോ ഒന്ന് പോകണം. ഇത് ഇറങ്ങാത്ത ഞാൻ കുട്ടികളോട് പറയാണ്, നമ്മൾ ഈ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന മക്കളുണ്ടല്ലോ, ആ കുട്ടികൾ ഇവിടെ ഉപയോഗിച്ച് നമുക്ക് തോന്നും ഹാൻഡ്സ് ഉപയോഗിക്കാത്തവർക്ക് ഇതൊക്കെ വരുന്നില്ലേ ക്യാൻസർ എന്നുള്ളത്. നിങ്ങൾ അറിയണം, ക്യാൻസർ സെന്ററിന്റെ അല്ലെങ്കിൽ അതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് 10 പേര് ഹാൻഡ്സ് ഉപയോഗിച്ചാൽ 8 പേർക്കും ഭാവിയിൽ ക്യാൻസർ വരുമെന്ന കാര്യം ഉറപ്പാണ്. 2 പേര് ചിലപ്പോൾ അവരുടെ ഇതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഹാൻഡ് ഉപയോഗിക്കാത്ത 10 ആളുകൾ ഉണ്ടെങ്കിൽ ആ 10 ആളുകൾ 8 പേർക്കും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാം. 2 ആൾക്കാർക്ക് വരാൻ സാധ്യത നിന്ന ഈ 2 ആൾക്കാരെ കണ്ടിട്ടാണ് ഹാൻഡ്സ് ഉപയോഗിക്കുന്നവർ പറഞ്ഞത് എന്ത് ഈ പറയുന്ന കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടാവും വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് ഒരു വെള്ളം കണ്ട് കുടിക്കുമ്പോൾ നിങ്ങൾ ക്യാൻസർ സെന്ററിൽ ഇതിനടുക്ക് പോകാറുണ്ട് CS സെന്ററിലെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവരെ കാണാൻ വേണ്ടി പോകുമ്പോ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന വെള്ളം ചുണ്ടിലൂടെ ഇങ്ങോട്ട് ഒലിച്ചു പോട്ട് ഒരു തുള്ളി പോലും അകത്തേക്ക് ഇറക്കാൻ പറ്റാത്ത രോഗികൾ എത്രയോ ആണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോ ആ സാധനം അകത്തേക്ക് ചെല്ലുന്നത്, അതിന്റെ ഭാഗമായി കിഡ്നി അരിക്കുന്നത്, അത് പിന്നെ പ്ലാസ്മയിലേക്ക്, അത് ബ്ലഡിലേക്ക്, അത് യൂറിനിലേക്ക്, അത് സ്റ്റൂളിലേക്ക് വ്യത്യസ്തമായി പോകുന്നത്. അത് തന്നെ WBCയിലേക്ക്, RBCയിലേക്ക്, അത് കൂട്ടാതെ WBC കൂടി പിന്നെ വെളുത്ത രക്താണുക്കളെ വെച്ച് അതേപോലെ തന്നെ ചുവന്ന രക്താണുക്കളെ കൂട്ടി ഇതിനെ ഏറ്റവും നിമിത്തമാണ് നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളം. അത് ബിസ്മില്ലാതെ കുടിക്കുന്നു നമ്മൾ, ഓർമ്മയില്ലാതെ. ചിലപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പോലും നമ്മൾ മടിക്കും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിമായ നല്ല ഡോക്ടർ, നിങ്ങൾ പറയാണ്, ഞാൻ പ്രസംഗകൻ അല്ലാത്തതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ദയവ് നമ്മൾ മദ്രസയിൽ പഠിച്ച ദുആകളൊക്കെ ഒന്ന് ബാത്റൂമിൽ